അല്ല, അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അതുകൊണ്ട് മൈനസ് പോയിൻറ്റ്സും ഉണ്ട്, പ്ലസ് പോയിൻറ്റ്സും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ദാസറിൻ്റെ പോലെ തന്നെ പാടുകയാണെങ്കിൽ ഗാനമേളകൾക്കൊക്കെ അത് വളരെ അധികം ഉപകരിക്കും. നമ്മൾ അമ്പലപ്പറമ്പിലെ ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ ദാസറിൻ്റെ പോലത്തെ ശബ്ദം ഇരിക്കുകയാണെങ്കിൽ അവരെ അംഗീകരിക്കുകയുള്ളൂ മെയിനായിട്ടും. അങ്ങനെ ഇതുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആദ്യകാലങ്ങളിൽ ഓരോരുത്തരെ ഇമിറ്റേറ്റ് ചെയ്തും അവർ ഫോളോ ചെയ്താണ് വരിക. ദാസേട്ടൻ പോലും മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ഇഷ്ടംപോലെ ആര് പറഞ്ഞാലും മുഹമ്മദ് റാഫിയുടെ പാട്ടുകളായിരുന്നു തുടക്കകാലത്ത് സിനിമയിൽ വരുന്നതിന് മുമ്പും ഒക്കെ പാടിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ ദാസേട്ടൻ്റെ ശബ്ദവും ആദ്യകാലങ്ങളിൽ മുഹമ്മദ് റാഫിയുടെ ശബ്ദവുമായിട്ട് വളരെ സാമ്യമുള്ള ശബ്ദമായിരുന്നു. പിന്നീട് അതിങ്ങനെ മാറി ദാസേട്ടൻ്റെ ശബ്ദമായി മാറി. അതുപോലെ ഞാനും തുടക്കകാലത്ത് ഇങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലേക്ക് ഞാൻ വരുന്നുണ്ട് എന്നാണ് പലരും പറയുന്നത്. എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഫീൽഡിലേക്ക് വരാനായിട്ട് അധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യം എന്നല്ലെങ്കിൽ ദൈവാധീനം എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ മദ്രാസിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഫിലിമിൽ പാടുന്നത്. അതിന് മുമ്പ് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടിയിട്ടുണ്ട്. അന്ന് എൻ്റെ ശബ്ദം പെണ്ണിൻ്റെ പോലെ ഇരിക്കണം. നമുക്ക് ആണുങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടല്ലോ, ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോഴാണ് മെയിൽ വോയിസ് വരുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണലി എൻ്റെ ആദ്യത്തെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ മദ്രാസിലെയും പഠിക്കുന്ന സമയത്ത് 95 TV ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അവിടെ കൂടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ശിഷ്യനായിട്ടിരിക്കുമ്പോൾ അക്കാഡമി ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആൻഡ് ആർട്സ് അവിടെയാണ് പഠിച്ചിരുന്നത്. അമേരിക്കൻ സ്കോളർഷിപ്പിൽ ഫോർഡ് ഫൗണ്ടേഷൻ്റെ ഇതിൽ പഠിക്കുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ സാറിൻ്റെ അടുത്തേക്ക് വന്നു. ഇവിടുന്ന് ആരെങ്കിലും നല്ല കഴിവുള്ള ആളെ ഒന്ന് പറഞ്ഞു തരാമോ, ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ TV സാറ് എൻ്റെ പേരാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് ആ ഭാഗ്യം എനിക്ക് സിദ്ധിച്ചത്. ചിത്ര ചേച്ചി ഞാൻ കൂടിയാണ് ആദ്യത്തെ പാട്ട് പാടിയത്. ആദ്യത്തെ തന്നെ ഡ്യുവറ്റ് സോങ്ങാണ്. വിജയകാന്തിൻ്റെ 125ാമത്തെ ചിത്രം. உள்ளத்தை திறந்து உண்மையை சொல்லுகிறேன், உனது முகத்தில் விழுத்து எழுந்து உலகை வெல்லுகிறேன், ஆனந்த குங்குமம் சூடும் முல்லை நீ ஒரு தெய்வத்தின் பிள்ளை, அன்புள்ள மனைவி வந்தால் நானும் ஆலயம் போவது இல்லை, அடி நீ இல்லாமல் தேனுം எனக்கு தித்திக்கப் പോവതില്ലേ. ഇതാണ് ആദ്യത്തെ പാട്ട്. മലയാളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നാളുകൾ ഞാൻ ഡബ്ബിംഗ് ഫിലിമുകളിലും പിന്നെ ഈ ബോധവൽക്കരണ സിനിമകളുണ്ടല്ലോ, എയ്ഡ്സിനെ പറ്റി, മയക്കുമരുന്നിനെതിരെ, മദ്യപാനത്തിനെതിരെ, അങ്ങനെയുള്ള ചില സിനിമകളിൽ പാടിയിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 3 ഫിലിം അടുപ്പിച്ച് ഒരു തുടക്കത്തിൽ ആദ്യം ഈ ഒരു 3 ഫിലിമിൽ അടുപ്പിച്ച് ഞാൻ പാടിയിട്ടുണ്ട്. അതായത് ഒന്ന് ശിശിരം, അതിൻ്റെ കാസറ്റ് മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ, അന്ന് CD ഇറങ്ങിയിട്ടില്ല. അതിൽ ബേണിച്ചേട്ടനും ഗ്നേഷ്യസ് ചേട്ടനുമായിരുന്നു മ്യൂസിക്. പിന്നെ ഉദയപുരം സുൽത്താൻ, കൈതപ്പുറം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്. പിന്നെ പേരിടാത്ത ചിത്രം എന്നൊരു സിനിമ വന്നത്, പിന്നീട് പ്രേക്ഷകർ അതിന് പേരിട്ടു ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ എന്ന്. അതിൻ്റെ മ്യൂസിക് ചെയ്തത് ശ്രീ സണ്ണി സ്റ്റീഫൻ. അപ്പോൾ ഈ 3 സിനിമകളുമാണ് എൻ്റെ തുടക്കകാലത്തെ സിനിമ. അതിൽ ശിശിരം ആണെന്ന് പറയാം ആദ്യം റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഈ ടെക്നോളജി എല്ലാം വികസിച്ചതോടുകൂടി ആർക്ക് വേണമെങ്കിലും എന്തും പാടാം എന്നുള്ളൊരു സ്ഥിതിയായി. എന്ത് പാടിയാലും അത് പാട്ടാക്കാം, പറഞ്ഞാലും അത് പാട്ടാക്കാം എന്നുള്ള രീതിയിലായി. കമ്പ്യൂട്ടർ ടെക്നോളജി ആ രീതിയിലാണ് ഇപ്പോൾ വികസിച്ച് വന്നിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളത് ഇഷ്ടപ്പെടുകയല്ല, അവരെ കൊണ്ട് ഇഷ്ടപ്പെടുകയാണ്. അവരെ നിർബന്ധിതമായിട്ട് അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യണത്. അവർ കേൾക്കേണ്ടി വരികയാണല്ലോ. എപ്പോൾ നോക്കിയാലും റേഡിയോയിലും ചാനലുകളിലും ഇതുപോലുള്ള പാട്ടുകൾ അവർ കേൾപ്പിച്ച് ഹിറ്റാക്കുകയാണ്. പണ്ടെന്ന് പറഞ്ഞാൽ വരികൾക്കും മ്യൂസിക്കിനും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, പാടുന്നവർക്കും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. മാത്രമല്ല അന്ന് ഒരു പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു, കേൾക്കാനും കാണാനും ഒക്കെ ആയിട്ട്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ വിചാരിക്കാതെ തന്നെ അതൊക്കെ മുമ്പിൽ വന്ന് വിടുകയാണ്. ഒരു ഡിമാൻഡ് നഷ്ടപ്പെട്ടു, ഡിമാൻഡ് ഇല്ലാതായി. ഒരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലിറിക്സിസ്റ്റ്, അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, പിന്നെ അതിൻ്റെ ശബ്ദം കൊടുക്കുന്ന ആൾ, ഗായകർ, ഇത് 3 പേരുടെയും ഒത്തൊരുമിച്ചുള്ളൊരു പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന, ഹാർഡ് വർക്ക് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് ആര് 1ാം സ്ഥാനം, ആര് 2ാം സ്ഥാനം എന്നുള്ളതില്ല. 3 പേരും 1ാം സ്ഥാനത്താണ്.